ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പിംഗ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യേണ്ട ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് വാൻഡ്സ് ആണ്. അല്ല 9 അല്ല, സോറി, 7 ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ 8 ഓഫ് പെൻറ്റിക്കിൾസ്. ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഇവിടെ ഈ കാർഡ്. അപ്പോൾ ഏരീസ്, ഇവിടെ 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത്, മാർച്ചിൽ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആക്ച്വലി നിങ്ങൾ വെരി ഹാപ്പിയാണ്. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഓൾമോസ്റ്റ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ കുറേ ഹാപ്പി എനർജിയിലാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഞാൻ കാണുന്നില്ല ഇവിടെ ഈ മാസം. ഓക്കെ, ഈ മാസം ആക്ച്വലി ലവിൻ്റെ കാര്യത്തിൽ നല്ല സമയമാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ കുറേ പാഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ പാഷനറ്റ് ആണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 സ്വോർഡ്സ് ആണ്. അപ്പോൾ 6 സ്വോർഡ്സ് ഒരു ഇംബാലൻസ്ഡ് എനർജി ആയിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ, പാസ്റ്റിൻ്റെ പ്രോബ്ലംസ്, മേ ബി ഇത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിലായിരുന്നില്ല, അവരുടെ തന്നെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ അതിനൊക്കെ ഇപ്പോൾ വിട്ട് മുമ്പോട്ട് പോകണു, ഒരു കുറേ കാമർ സ്റ്റേബിൾ എനർജിയിലേക്ക് പോകണു. അവർ നിങ്ങൾ രണ്ടാളും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് വെച്ചാലും അവർ നിങ്ങളുടെ അടുത്ത് വരണു, പറഞ്ഞാൽ ട്രാവൽ ചെയ്യണു നിങ്ങളെ മീറ്റ് ചെയ്യാൻ. അപ്പോൾ 6 ഓഫ് സ്വോർഡ്സ് ഇവിടെ എന്താണ്? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാലും അത് ഇപ്പോൾ മാർച്ചിൽ അത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റേബിൾ ഓഫർ, ഒരു സ്റ്റേബിൾ ബിഗിനിങ്, ഒരു ആദ്യം റീസ്റ്റാർട്ട് ചെയ്യണു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഒരു സ്റ്റെബിലിറ്റി വരണു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ?
ടെൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറൻ്റ്ലി ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തൊരു ഓഫർ കൊണ്ടുവരണേ. ആൻഡ് നിങ്ങൾ ആക്ച്വലി വിഷ് ചെയ്യണത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനാണ് നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങൾ ആക്ച്വലി ഒരു ഹാപ്പി എനർജിയിലാണ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്യണം എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് ഈ മാസം അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഈ സിറ്റുവേഷൻ വെരി ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇപ്പോൾ ഈ മാസം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ആ സ്റ്റെബിലിറ്റി കൊണ്ടുവരണു, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണു. അപ്പോൾ ഈ മാസം ലവിൻ്റെ കാര്യത്തിൽ നല്ല സമയമാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 ഓഫ് വോൺസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ സെപ്പറേഷനെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് അതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇതൊരു ബേർഡനായി ഫീൽ ചെയ്യണു. ഈ സെപ്പറേഷനും ഈ വഴക്കും അതൊക്കെ നിങ്ങൾക്ക് എൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ അല്ലാച്ചാലും ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് ഒരു പുതിയ സ്റ്റാർട്ട് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര ഗിൽട്ടും ഹേർട്ടും പെയിനൊക്കെ ക്യാരി ചെയ്യണം എന്നില്ല. കുറച്ച് റിസർവ്ഡ് എനർജിയിലാണ് നിങ്ങൾ ഈ പേഴ്സണെ ഡയറക്റ്റ്ലി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷെ അതാണ് നിങ്ങളുടെ മനസ്സിൽ നടക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ഒരു പുതിയ സ്റ്റാർട്ട് വേണം എന്നുണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൺ കുറച്ചൊരു ബ്ലോക്ക്ഡ് എനർജിയിലാണ്. ഈതർ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതല്ല ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എവിടെയോ ഈ പേഴ്സൻ്റെ എനർജിയിൽ ചില ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്, ബ്ലോക്ക്സ് ഞാൻ കാണുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്, പക്ഷെ അവർക്ക് അതിനെ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട് അഡ്മിറ്റ് ചെയ്യാൻ. എവിടെയോ ഇവിടെ ഒരു ഡിസിഷൻ്റെ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അവർക്ക് മേ ബി നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറച്ചൊരു ലോങ് ടേം ഇൻറ്റൻഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ മാരേജ് വേണം, ഫാമിലി വേണം. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ അവർക്ക് മേ ബി ഇപ്പോൾ ഈ സമയത്ത് കരിയറാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണത്. ആൻഡ് കരിയറിലാണ് അവരുടെ കൂടുതൽ ശ്രദ്ധ. പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കാണുന്നത് ഇൻറ്റൻഷനിൽ അവർ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നോക്കണു ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷെ അവർക്ക് കരിയറിലും അവർക്ക് ഫോക്കസ് ചെയ്യണം എന്നുണ്ട്. മേ ബി അവർ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. ഈ നിങ്ങളുടെ എനർജി 10 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം ഈ പേഴ്സൻ്റെ കൂടെ. പക്ഷെ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ 9 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ 9 ഓഫ് വോൺസ് ഒരു ഡിഫെൻസീവ് എനർജിയാണ്, കുറച്ചൊരു പേടിച്ച പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ മുമ്പേയും ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്. അത് ഈ പേഴ്സൺ ഫ്യൂച്ചറിലും കമ്മിറ്റ് ചെയ്യുമോ? ചിലപ്പോൾ ഈ പേഴ്സൺ കുറച്ചുകൂടിയും സമയം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. അത് അവർക്ക് കമ്മിറ്റ് ചെയ്യണ മുമ്പേ ഫിനാൻഷ്യലി കരിയറിൽ കുറച്ച് സെറ്റിൽ ഡൗൺ ചെയ്ത് വേണം കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു പേടിയുണ്ട് നിങ്ങൾക്ക്. അത് ഈ പേഴ്സൺ ഫ്യൂച്ചറിലും കമ്മിറ്റ് ചെയ്യോ ഓർ അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ ഇങ്ങനെ അൺസ്റ്റേബിൾ എനർജിയിലാവോ? അപ്പോൾ അത് നിങ്ങൾക്കൊരു പേടിയുണ്ട് മനസ്സിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവരുടെ എനർജിയിലും ഞാൻ ഒരു ഇംബാലൻസ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ ചില സമയത്ത് അവർ കുറേ ഇങ്ങനെ മെസ്സേജ് ചെയ്യും, പിന്നെ ചില സമയത്ത് മെസ്സേജ് ചെയ്യില്ല. അതിൻ്റെ കാരണമാണ് നിങ്ങൾക്കൊരു പേടിയുള്ളത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ ബിഹേവിയറിൽ കൺസിസ്റ്റൻസി ഇല്ല. അവരുടെ ചില സമയത്ത് അവർ കുറേ ഇൻട്രസ്റ്റ് കാണിക്കും, പിന്നെ അവർ ചിലപ്പോൾ മെസ്സേജ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം, ഒരു പേടി. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അവരും ഫ്യൂച്ചർ വൈസ് ആണ് പ്ലാൻ ചെയ്യണത്. ആൻഡ് മേ ബി അവർക്ക് ജെന്വിൻലി കരിയറിൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടാവും. പക്ഷേ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണുന്നില്ല. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാലും ഇതൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് മാതിരിയല്ല. മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷേ
അതിന്റെ അപ്പുറം ഇത് പോവില്ല ഈ മാസം. ഓക്കെ, അപ്പൊ എന്താണ് ഔട്ട്കം 8 of Cups ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ കമ്മിറ്റ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ Ace of Wands ഉണ്ട് ഔട്ട്കമ്മിൽ. അപ്പോൾ ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാഷൻ ഉണ്ട്, കുറെ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഇമോഷണലി ഒരു കണക്ഷൻ ഇല്ല. അതാണ് പ്രശ്നം. ആൻഡ് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കുറെ ഒരു ഡിഫീറ്റഡ് മാതിരി, ഒരു ഡിസപ്പോയിന്റഡ് മാതിരി ഫീൽ ചെയ്യണത്. അത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും ഈ ഫീലിംഗ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ വേണ്ട മാതിരി ആ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നില്ല. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഇത് റിവേഴ്സും ആവാം. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് മേ ബി കമ്മിറ്റ് ചെയ്യണ്ടെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ഈ സ്റ്റോറീനെ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഇതാണ് മൊത്തം ഒരു സ്റ്റോറി ഇവിടെ. ആൻഡ് നമ്മൾക്കിപ്പോൾ കാർഡ്സ് എടുക്കാം, ഈ നിങ്ങൾ രണ്ടാളുടെയും ഫീലിങ്സ്, ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്, അത് നിങ്ങളുടെ തന്നെ സൈനാണ്. പക്ഷെ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണതും വേറെ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസിനെ കൂടെ ആയിരിക്കാം. പൈസീസ് ഉണ്ട്, വെർഗോ ഉണ്ട്, അതല്ലാണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മെസ്സേജ് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക്? ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സമ്മൺ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ വേറെ പേഴ്സൻ്റെ കൂടെ കണ്ടിട്ടുണ്ടാവും, എവിടെയോ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും. ആൻഡ് അവരും വിചാരിച്ചിട്ടുണ്ടാവും അതൊരു ഡേറ്റ് ആണെന്ന്. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ. I knew exactly what I was doing. The timing just wasn't right for us. അപ്പോൾ ഇതൊക്കെ പാസ്റ്റ് എനർജി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് സെപ്പറേറ്റഡ് ആയേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മാസം അവർ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോഴും അവരൊരു കമ്മിറ്റ്മെന്റ് ഇവിടെ കൊണ്ടുവരില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ന്യൂ ബിഗിനിങ്ങേ ആയിട്ടുള്ളൂ. പക്ഷെ കമ്മിറ്റ്മെന്റ് ഇവിടെ ഞാൻ ഇതുവരെ അത് ഇവിടെ ഞാൻ കാണില്ല. ഓക്കെ, അത് മേ ബി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും കുറച്ചൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഈ മാസം അത് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറായി ജോയിൻ ചെയ്യാം. അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മെമ്പേഴ്സിനാണ് ആദ്യം എല്ലാം വീഡിയോസ് കാണാൻ പറ്റണേ. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർ ആവാം, ജോയിൻ ചെയ്യാം. മെമ്പർ ആവാൻ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എൻ്റെ ചാനലിൽ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.